ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഈ വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഭാരത് ബന്ദ് ദിനമായതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നേരത്തെ തന്നെ എല്ലാ കുരുപ്പുകളും എണീറ്റ് വെളിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകളെ നോക്കാൻ പോകുമ്പോഴായിരുന്നു വീടിന് മുന്നിൽ കിടക്കുന്ന ഈ 4-5 പൂച്ചക്കുട്ടികളെ കണ്ടത്. എങ്ങനെയോ എവിടുന്നോ വന്നതാണെങ്കിലും നല്ല ശല്യമായിട്ടുണ്ട്. എന്തായാലും താൻ വിട്ട കല്ല് താഴെ വീണത് പോലും അറിയാതെ ദൂരം നോക്കി ചേക്കണം കാണുമ്പോൾ എനിക്ക് സാധാ മാത്രം തോന്നുന്നു. വേറൊരു കുരുപ്പ് എന്തോ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നു. എന്താ അവൾ ഇട്ടിരിക്കുന്നറിയാൻ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ അറിഞ്ഞത് ഏതോ ഷർട്ടിനെ എടുത്തിട്ട് ഫാഷൻ ഷോയിൽ കാണുന്ന പോലെ ഇട്ടതാണെന്നാണ് അവൾ പറയുന്നത്. ഇപ്പം തന്നെ കുരുപ്പിൻ്റെ വിചാരം ആളൊരു ഫാഷൻ ഡിസൈനർ എന്നാണ്. ഫ്യൂച്ചറിൽ എന്താവോ ആവോ. പിന്നെ അവളെ നമ്മൾ കവണ കൊണ്ട് പേടിക്കാൻ വന്നപ്പോൾ നീ പോടാ അപ്പ പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ടും പോയി. പിന്നെ നമ്മുടെ ചെക്കനെ കവണ മത്സരത്തിൽ തോൽപ്പിച്ചതിന് ശേഷം ഞാൻ അവിടെ സന്തോഷപൂർവ്വമായി നേരെ വിട്ടത് എൻ്റെ വീട്ടിലോട്ടാണ്. മഴക്കാലം പകുതിയായതുകൊണ്ട് തന്നെ വീട്ടിലാണെങ്കിൽ ഫുള്ള് അങ്ങോട്ട് ചപ്പ് ചവറ പൊടിച്ച് കിടക്കുക. കാടും തൂനുകളൊക്കെ വെട്ടി വൃത്തിയാക്കി നമ്മുടെ തെങ്ങിനൊരു തടവെടുത്ത് നമ്മൾ ഫുള്ള് വീടൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ പകുതി കഴിയുമ്പോൾ ഞാൻ ടയർഡായി. ഞാൻ നേരെ അവിടെ നിന്ന് എൻ്റെ പഴയ വീടൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇറങ്ങി. വ്ളോഗിൽ കാണിക്കാൻ വേണ്ട. ഇതായിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതായ വീടൊക്കെ. +2 വരെ നമ്മുടെ തറവാട്ടിലായിരുന്നു. ഇത് നമ്മുടെ തറവാടാണ്. ഇവിടെ ഞാൻ ജീവിച്ചതല്ല. ഞങ്ങളിരിക്കുന്ന സമയത്തെല്ലാം സൂപ്പറായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ നമ്മളവിടെ നിന്ന് മാറി ഒരു 1 ഇയറിൽ തന്നെ വീട് വവ്വാലുകളും മാറാലകൾ കയ്യേറി. പിന്നെ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ വവ്വാലും പ്രേതാലയം പോലെയായി. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എത്ര വവ്വാല അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന്. ഞാൻ ഗ്രാഫിക്സ് ആഡ് ചെയ്തില്ലെങ്കിലും വീട് മുറച്ചും വവ്വാലും കാര്യങ്ങളാണ്. പിന്നെ നിപ്പ വന്ന് ചാവല്ലേ എന്ന് കരുതിയതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഓട്ടി രക്ഷപ്പെട്ടു. ഇപ്പോൾ പിന്നെ പാലക്കാട് ജില്ലയിൽ പിന്നെ നിപ്പ കണ്ടുപിടിച്ചത് കൂടി ആയപ്പോൾ ഞാൻ നല്ലപോലെ പേടിച്ചുകൊണ്ട് വേഗം വീടിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ടു. കാരണം റിസ്ക് എടുക്കാൻ വയ്യല്ലോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ലേ, നേരെ വീടിൻ്റെ പുറം ഭാഗം കാട് പിടിച്ച് കിടക്കുന്നത് അതെല്ലാം നമ്മൾ കാണിച്ചുകൊണ്ട് നേരെ നമ്മൾ നമ്മുടെ കുളത്തിന് നോക്കി. കുളത്തിൽ നോക്കിയപ്പോഴാണ് ഒരു ചൊടിയൻ കുഞ്ഞുങ്ങളെ വിരിച്ചിട്ട് അതിന് കാവൽ നിൽക്കുന്നത് കണ്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് അശ്വിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് അവനെയും വിളിച്ചുകൊണ്ട് ഹർത്താലല്ലേ, സോ ഗോസിപ്പ് അടിച്ചിരിക്കാം, സാഗറിൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഓടി എത്തിയിട്ടൊക്കെ നേരെ നമ്മൾ പോലീസിനെയൊക്കെ കാണാതെ പിന്നെ അവിടെ നൈസായി എസ്കേപ്പായി നേരെ പോയത് നമ്മുടെ കൂട്ടുകാർ സാഗറിൻ്റെ വീട്ടിലാണ്. പിന്നെ അവിടെ പോയി എപ്പോഴും ഉള്ള പോലെ തന്നെ 4 ആളെ കുറ്റം പറയുക, നാട്ടുകാരെ തെറി പറയുക എന്നുള്ളൊരു സ്വാഭാവിക പരിപാടിയുണ്ട്. അതൊരു 1 മണിക്കൂറോളം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് വീടിൻ്റെ വെളിയിലുള്ള കുളത്തിലേക്കാണ്. പിന്നെ സാഗറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുനിശ്ശേരി ഗ്രാമത്തിലെ കുളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമത്തിലെ കുളത്തിൽ കുളിസിയും പിടിക്കാമെന്ന് പറഞ്ഞ് പോകായിരുന്നു. കുളിസിയും പറഞ്ഞാൽ ജനങ്ങളുടെ കുളിസീനല്ല, ഇവന്മാരുടെ തന്നെയാണ്. ഇവന്മാർ ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ കുറച്ച് വീഡിയോ എടുക്കാൻ അവന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ പറഞ്ഞ് പോയതാണ്. അപ്പോൾ നമ്മൾ നേരെ കുളത്തിൻ്റെ സൈഡിലുള്ള വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവിടെ പാടത്ത് കുറേ ചേച്ചിമാർ പണിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവന്മാർ കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിക്കാൻ ഇറങ്ങുന്ന മുമ്പ് സാഗർ വീട്ടിൽ നിന്ന് എന്തോ കായാണ് പറഞ്ഞ് എടുത്തൊരു കായയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാവരും കഴിച്ചു. ആദ്യം അവൻ കഴിച്ചു, ജീവനുണ്ടോ ഉണ്ടോ നോക്കിയിട്ടാണ് ഞാനൊക്കെ കഴിച്ചത്. പിന്നെയാണ് അവൻ പറഞ്ഞത് അത് ഈന്തപ്പഴത്തിൻ്റെ പച്ചയാണെന്ന്. അപ്പോൾ പിന്നെ എല്ലാവരും അത് കഴിച്ചിട്ട് റെഡി ആയിരിക്കുമായിരുന്നു. പിന്നെ ഇവന്മാർ ബോഡി കാണിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ വിടാറില്ലല്ലോ. അതുകൊണ്ട് ക്യാമറ എടുക്കുന്നുണ്ടപ്പോൾ അതിലും എന്നാൽ ശരി യൂട്യൂബിൽ ഇരിക്കട്ടെ എൻ്റെ പോസ്റ്റ് പറഞ്ഞിട്ട് സാഗർ ഒരു പോസ്റ്റിംഗ് ഒക്കെ തന്നു. ഈ നീന്തണമഹാൻ ഒരു കപ്പൽ ജീവിയാണെങ്കിലും അവൻ നീന്തണവിടുത്തെ ഉയരം എത്രയെന്ന് ഇപ്പോൾ കാണിച്ചു തരും. ഇപ്പം മനസ്സിലായില്ല അവർ നീന്തണവിടെ താഴും. പിന്നെ ഒന്നും നോക്കിയില്ല, അവന്മാരെ കുറേ കുളിസിയും പിടിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇവർ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കണ്ട താറാക്കുഞ്ഞുങ്ങൾ കാണിക്കുന്ന പോലെ അവന്മാർ കിടന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുണ്ടായിരുന്നു. മഴയും കാര്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. അതെല്ലാം ഞങ്ങൾ കവർ ചെയ്ത് നേരെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് നേരെ സ്ഥലം തിരിച്ചു. അവന്മാരെയൊക്കെ വീട്ടിൽ വിട്ടുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് വീഡിയോ എടുത്തപ്പോഴാണ് കടകളൊന്നും തുറന്നിട്ടായിരുന്നു. ഹർത്താലായതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും അടിപൊളിയായിട്ട് കടകളെല്ലാം അടപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. എനിക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക് ടൈമിൽ ഞാൻ നേരെ പല്ലാവൂർ ഗ്രാമത്തേക്ക് പോവുകയായിരുന്നു. ഗ്രാമത്തെത്തിയില്ല. പിന്നെ കൊഞ്ചേരിയിലെ കടകളെല്ലാം ഓപ്പണിംഗ് ആയിരുന്നു. ഹർത്താലൊക്കെ കഴിഞ്ഞു തോന്നുന്നു. നേരെ ഞങ്ങൾ പല്ലാവൂർ പോയത് വാമലയ്ക്കാണ്. നമ്മുടെ ചെക്കനെയും കൂട്ടിയിട്ടാണ് പോയത്. ചെക്കൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാമലയ്ക്ക് പോകുന്നതുകൊണ്ട് അവനാണ് എനിക്ക് വാമല കാണിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ വാമല കാണുന്ന പറഞ്ഞിട്ട് കുറേ വർഷമായി. പിന്നെ ഇതാണ് വാമലയ്ക്കുള്ള വഴി. നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല. കാറും ചേർക്കാൻ വന്നാൽ ഭയങ്കര കഷ്ടമാണ്. ഫുള്ള് റോഡ് മൊത്തം കുഴിയും കൊണ്ടുപോവാണ്. നമ്മളെ പിന്നെ കുനിശ്ശേരിയിൽ ഇപ്പോൾ ഈ ഒരു പൂവിന് ഒരു സീസൺ പോലെയാണ്. എല്ലാ ചാലോരത്തിലും വരമ്പിലോരത്തിലും എല്ലാം ഈ പൂവാണ്. ഇതൊരു കുപ്പച്ചെടിയാണെങ്കിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു രസം തന്നെയാണ് കേട്ടോ. ഈ പല്ലാവൂരിൽ വാമലയാണ് നമ്മുടെ ഹൃദയം, അതുപോലെ കുഞ്ഞിരാമായണം പോലുള്ള സിനിമകളിൽ ഒരുപാട് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കാരണം തന്നെ ഇപ്പോൾ ഒരുപാട് ജനങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ സ്പോട്ട് കൂടി ആയിട്ടുണ്ട് ഈ സ്ഥലം. നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് പതുക്കെയാണ് കയറിപ്പോകും. ചെക്കനാണെങ്കിൽ ഓടിക്കയറുന്നുണ്ട്. വഴിക്ക് വീഴുമോ എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ വലിഞ്ഞു പിടിച്ച് മേലോട്ട് കയറി. ഈ മുത്തപ്പന്മാർ പറയുന്നത് നമ്മൾ പണ്ട് ചീട്ട് കളിച്ച് കളഞ്ഞ കാശുണ്ടെങ്കിൽ നമുക്ക് ഈ മലയും കാര്യങ്ങളൊക്കെ വാങ്ങിയിടായിരുന്നില്ലേ എന്ന് കണ്ടാൽ കാശുണ്ടാവും നമ്മുടെ പേരക്കുട്ടികൾക്കെന്നാണ്. അതായത് നമ്മുടെ മുത്തപ്പന്മാർ നമ്മൾ ചെയ്താൽ നമുക്ക് രക്ഷപ്പെട്ടുണ്ടാവും. നമ്മളത് വലിയ വ്ളോഗറാകുമ്പോൾ നമ്മളെ നോക്കി ആൾക്കാർ കയ്യും കാലൊക്കെ കാണിക്കുന്നുണ്ട്. അവർക്കറിയില്ല ഞാൻ ഈ നാട്ടുകാരനാണ് ഇപ്പോൾ തുടങ്ങിയിട്ട വ്ളോഗിങ്ങുകളുള്ളൂ. നമ്മളും വിട്ടു പറഞ്ഞാൽ കയ്യും കാലൊക്കെ തിരിച്ചും കാണിച്ചു. മലയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഇത് കണ്ട ആൾക്കാരൊക്കെ ആ മരത്തിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കലാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. അവിടെ ചുറ്റും കവർ ചെയ്യുമ്പോഴാണ് കണ്ടത് വലിയ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. അതിനാണ് ഇനി വരാൻ പോണ കാലങ്ങളിൽ
കുനിശ്ശേരിക്കും പലർക്കൊക്കെ വെള്ളം വരുന്നത് എത്ര വെള്ളം വരുന്നത് ഇതിലേക്ക് നിറയ്ക്കാൻ വരുന്നത് പോത്തുണ്ട് ഡാമിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രത്തോളം വെള്ളം എത്ര ദൂരത്തിന് വരണമെന്ന്. ഇതിനി പണി കഴിഞ്ഞ് വെച്ചാൽ മൊത്തം കുനിശ്ശേരിക്കും പലർന്നൊക്കെ വെള്ളമായി. വമ്പൻ ടാങ്കാണ്, കുളത്തിന് എത്ര വലിപ്പം ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. നമ്മൾ മേലെ കയറി നോക്കിയൊന്നുമില്ല. പിന്നെ ഈ മരം നമ്മൾ കവർ ചെയ്തു, മരമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് മോനെ. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടണമെങ്കിലേ കുറേ നേരം ക്യൂ നിൽക്കണ്ട ആൾക്കാരൊക്കെ ഒഴിയാൻ. പിന്നെ അവിടെ നോക്കിയപ്പോഴാണ് നമ്മുടെ അവിടുത്തെ അമ്പലത്തെ പൂജാരി, മുരുകൻ്റെ അമ്പലമാണ്, അവിടുത്തെ പൂജാരി വന്നിട്ട് അവിടുത്തെ ആൾക്കാരെ കൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം അയാൾക്ക് വേണ്ട ഒരു ടൈം പാസ്. അങ്ങനെ നമ്മൾ മുരുകനെയും തൊഴുതിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് സൈഡിൽ ചെന്നപ്പോൾ ചെക്കൻ പറഞ്ഞു ഇവിടെ എന്തോ ഒരു കാഴ്ചയുണ്ട്, അത് കാണിച്ചു തരാൻ വരിയെന്ന്. ഞാൻ ദൂരെ നോക്കിയപ്പോഴാണ് കണ്ട് ഹനുമാൻ പാദത്തിനെതിരെ ആരോ മാർക്ക്. ഇതെന്താ അപ്പോൾ പുതിയ സാധനം വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ പണ്ടൊരു ഹനുമാൻ പാദം വേണ്ട സ്ഥലം ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ തൊഴുകയായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ ആരോ മാർക്കൊക്കെ കിട്ടി, ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, ആരോ മാർക്കൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ചെക്കനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ചെക്കനെ കാണില്ല. നോക്കുമ്പോൾ അവനപ്പേക്കും വയ്യാണ്ടായിട്ട് അവിടെ ഇരിപ്പായി. മൂപ്പർ കായൊക്കെ കയറി ക്ഷീണിച്ച് വയ്യ അവശനായി. ശരി എന്നാൽ നീ അവിടെ ഇരുന്നോ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്ത് ഹനുമാൻ പാദം കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ആരോമാർക്ക് താഴെ ഒരു വട്ടോട്ട് വെച്ചിട്ടുണ്ട്. ആ ഉറവിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. നോക്കിയപ്പോൾ അതിനുള്ളിൽ വെള്ളമൊക്കെ കിട്ടി മഴയൊക്കെ പെയ്തിട്ടേ ആ വെള്ളമൊക്കെ ആൾക്കാർ തീർത്തോമ്പോ എടുത്ത് കുടിച്ചാൽ അപ്പം കോളറ വരും. കാരണം കുറേ ദിവസമൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. നമ്മളതെല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ വാമന ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിലത്തിറങ്ങിയിട്ട് നമ്മൾ നിൽക്കുള്ളൂ. കാരണം അത്രയും വഴുക്കലാണ്. ചന്തി അങ്ങ് ഉരഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ താഴെ ട്രൗസറൊന്നും ഉണ്ടല്ലോ മൊത്തം കീറി അങ്ങ് കുതിർന്ന് പോയിണ്ടാവും. ജനങ്ങളുടെ ഒരു ആവേശം കണ്ടേ. രാത്രി 6 മണി 7 മണിയാകുമ്പോഴാണ് എല്ലാവരും മാമലേക്ക് വരുന്നത്. കാരണം ഈ കാറ്റും കൊണ്ട് ചൊറവടിച്ചിരിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഈ സൈഡിൽ കൂടി പോകുമ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വലിയ ഇടുക്കി ഡാമിലെ കുട്ട പോലത്തെ പൈപ്പുകൾ നിറച്ചിട്ടുണ്ട്. കാരണം എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് വരുന്ന വെള്ളം മൊത്തം സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പൈപ്പ് നമ്മുടെ വീട്ടിലും കുറേ പൈപ്പും മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഒക്കെ ഇതെന്നാ വരുന്ന പറഞ്ഞ അറിയില്ല കേട്ടോ സത്യം എന്താന്ന്. നമ്മളിതെല്ലാം കവർ ചെയ്തു. ഇനിയിപ്പോൾ എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചുള്ള ആകെയുള്ള ടെൻഷനായിരുന്നു. പിന്നെ അന്ന് നോക്കിയില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെക്കനായിട്ട് കണ്ടു, ചെക്കനെ കയ്യും കാണിച്ചു കൊടുത്തു. നേരെ വീടെത്തി. ഇനിയിപ്പോൾ എല്ലാവർക്കും അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ ഗൈസ്, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.